നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥി നവ്യ ഹരിദാസാണ് നമുക്കൊപ്പമുള്ളത്. വലിയ ഒരു വിജയം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേടിയതിന് പിന്നാലെയാണ് മറ്റൊരു അപ്രതീക്ഷിതമായൊരു കാര്യം കൂടെ തേടിയെത്തുന്നല്ലേ. എങ്ങനെ തോന്നി ഈ സ്ഥാനാർത്ഥി? വളരെ സന്തോഷമുണ്ട്. പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തം. ഇതിന് മുൻപ് ഏൽപ്പിച്ചതൊക്കെ അത് കഴിവിന്റെ പരമാവധി ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണ നോർത്ത് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമാണ്. വളരെയേറെ ശുഭപ്രതീക്ഷയുമായിട്ടാണ് ഇത്തവണ ബി.ജെ.പി. രംഗത്തേക്ക് ഇറങ്ങുന്നത് നോർത്ത് മണ്ഡലത്തിൽ. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ കിട്ടിയിട്ടുള്ള ജനപിന്തുണ, ഈ നോർത്ത് മണ്ഡലത്തിൽ നിന്ന് 7 കൌൺസിലർമാരെ വിജയിപ്പിച്ചെടുക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു പിന്തുണയായിട്ടും ജനങ്ങൾ നൽകുന്ന ഒരു അംഗീകാരമായിട്ടും കാണുന്നു. ആ അംഗീകാരം തന്നെ തീർച്ചയായിട്ടും നോർത്ത് മണ്ഡലത്തിൽ ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിലും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയും. ഒപ്പം ഇവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഒരു 10-15 വർഷത്തോളമായിട്ട് നോർത്ത് മണ്ഡലത്തിൽ കാര്യപ്പെട്ടിട്ടുള്ള വികസനങ്ങളൊന്നും യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ പ്രകടന പത്രികയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം വന്നാൽ വലിയ വികസന നേട്ടങ്ങൾ ഈ നോർത്ത് മണ്ഡലത്തിൽ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി നോക്കിയാൽ വോട്ട് വിഹിതം വളരെ പെട്ടെന്ന് മാറിയ ഒരു മണ്ഡലമാണ് നോർത്തല്ലേ. 7,000-9,000 ഒക്കെ കിടന്നിരുന്നത് 30,000 വോട്ടിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറി. പക്ഷേ അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിലും മെച്ചപ്പെട്ടിരിക്കുന്നു. 7 കൌൺസിലർമാരും കിട്ടിയിരിക്കുന്നു. ഈ നോർത്തിൽ അങ്ങനെ ഒരു വലിയ വളർച്ച ബി.ജെ.പിക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി? തീർച്ചയായിട്ടും നോർത്ത് മണ്ഡലം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പുറകോട്ട് പോകാത്തൊരു മണ്ഡലമാണ്. ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും വോട്ട് വിഹിതം കൃത്യമായിട്ടുള്ള തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം. അപ്പൊ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിലും അതേ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചെടുക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും ബി.ജെ.പിക്ക് കൃത്യമായിട്ടുള്ള ഒരു വോട്ടുണ്ടായിരുന്നു. അത് ഏറെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത്തവണ തീർച്ചയായിട്ടും ആ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ബി.ജെ.പി. ഇറങ്ങുന്നത്. ഈ നോർത്ത് പിടിച്ചാൽ സിറ്റ് പിടിക്കാല്ലേ എന്ന് വെച്ചാൽ കൌൺസിലർമാരുടെ എണ്ണം ഈ ഭാഗത്താണ് ഏറ്റവും കൂടുന്നത്. അടുത്തടുത്തുള്ള വാർഡുകൾ നിങ്ങൾ പിടിച്ചു പോവുകയാണ്. അതെന്താണ് ഇവിടെ ഈ ഭാഗത്ത് ആ ഒരു വളർച്ചയുടെ ഒരു കാരണം? ഇവിടെ ആദ്യമായിട്ട് താമര വിരിഞ്ഞിട്ടുള്ളത് കാരപ്പറമ്പ്, എന്റെ വാർഡായിട്ടുള്ള കാരപ്പറമ്പിലാണ്, 69-ാം വാർഡ്. പിന്നീട് വന്ന 2020-ലെ തിരഞ്ഞെടുപ്പിൽ 68, 69, 70, 71 വാർഡ്, 4 വാർഡുകൾ തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അടുത്തടുത്ത പ്രദേശങ്ങൾ, അതായത് വികസനം ഒരു ഭാഗത്ത് യാഥാർത്ഥ്യമാകിയപ്പോൾ ജനങ്ങൾ അതിൽ വിശ്വസിച്ചുകൊണ്ട് ബി.ജെ.പി. ഇവിടെ വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങൾക്ക് ഉണ്ടായി. കാരണം മുൻപൊക്കെ ബി.ജെ.പി. അധികാരത്തിൽ എത്തുമോ എന്നുള്ളൊരു ഭയപ്പാടോടുകൂടിയായിരുന്നു ജനങ്ങൾ നിന്നിരുന്നത്. ബി.ജെ.പി. വരില്ല എന്നുള്ളൊരു ധാരണയിൽ LDF അല്ലെങ്കിൽ UDF എപ്പോഴും ഇരു മുന്നണികളെ കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ ഇരു മുന്നണിയല്ല, ബി.ജെ.പിയും അധികാരത്തിൽ വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായപ്പോൾ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. ആ മാറ്റത്തിന്റെ ധ്വനി തന്നെയാണ് നമ്മുടെ മറ്റ് മേഖലകളിലേക്കും പടർന്ന് അത് 7 സീറ്റായിട്ട് ഉയരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനെ കുറിച്ചാണ് പറയാറ്, പ്രത്യേകിച്ചും കോഴിക്കോട് പോലെയുള്ള ഇടങ്ങളിലൊക്കെ. പക്ഷേ ഇത്തവണ മത്സരത്തെക്കുറിച്ചല്ല, ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഈ നോമിനേഷന് മുമ്പ് തന്നെ ഉള്ളത്. അങ്ങനെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ലല്ലേ? കാരണം കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പെർസെൻറ്റേജും കോർപ്പറേഷനിലെ വോട്ടിംഗ് പെർസെൻറ്റേജും ഒക്കെ പരിശോധിക്കുമ്പോൾ ഒരു വിജയം എന്നതിലേക്ക് തന്നെയാണോ ലക്ഷ്യം വയ്ക്കുന്നത്? അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമായി മാറിയിരുന്നു. തീർച്ചയായിട്ടും ഒരു ത്രികോണ മത്സരം തന്നെയായിരിക്കും ഇവിടെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ എടുത്തു പറയുമ്പോൾ. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ അതിന്റെ ഒരു സൂചന ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും നമ്മൾ നോക്കുന്ന സമയത്ത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ബി.ജെ.പിയുടെ ഒരു മേയർ ഒന്നും കേരളത്തിന് ഒരിക്കലും ഉണ്ടാകുമെന്നുള്ളൊരു സ്വപ്നം കാണാൻ സാധിക്കാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയുടെ കോർപ്പറേഷൻ എന്ന് ബി.ജെ.പിയാണ് ഭരിക്കുന്നത്. അങ്ങനെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു മണ്ഡലത്തിലേക്കും അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ തവണ തീർച്ചയായിട്ടും ഉണ്ടാകും. ബി.ജെ.പി. അധികാരത്തിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് 2 മുന്നണികളെയും മാറ്റിവെച്ചുകൊണ്ട് ഈ 3ാമത്തെ മുന്നണിയെ തെരഞ്ഞെടുക്കാൻ ജനങ്ങൾ തയ്യാറാകും. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പദവികളാണ് ഇപ്പോൾ അല്ലെ. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ, വയനാട്ടിൽ മത്സരിക്കുന്നുള്ള അവസരം തന്നു, കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന അവസരം തന്നു, മറ്റൊരു അവസരം പുതിയൊരു മത്സരത്തിലൂടെ. എങ്ങനെ കാണുന്നു? ഈ ഒരു കഴിവിനുള്ള ഒരു അംഗീകാരമായി കരുതുന്നുണ്ടോ? വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നു അവസരങ്ങൾ. ബി.ജെ.പി. ഇസ് എ പാർട്ടി വിത്ത് ഡിഫറൻസ് എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നതും. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് എന്നെ തന്നെ കാണിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. കാരണം സ്ത്രീ ശാക്തീകരണവും ബി.ജെ.പി. എടുത്തു പറയുന്ന ഒന്ന് തന്നെയാണ്.
സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾ അതിന് കേപ്പബിൾ ആണ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനായിട്ടുള്ള സ്പേസ് നൽകുന്ന ഒരു പാർട്ടിയാണ് BJP. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ആണെങ്കിലും ശരി, സ്ത്രീകൾക്ക് കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ ഒരു എളിയ പ്രവർത്തക എന്നുള്ള നിലയിൽ ആ ഒരു പരിഗണന തീർച്ചയായിട്ടും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ എതിർ സ്ഥാനാർത്ഥികളോട് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നഗരത്തിന്റെ പിതാവായി ഏറെ നാൾ സേവനം അനുഷ്ഠിച്ച ആളാണ്, ഒരുപാട് നാൾ കൗൺസിലറായിരുന്ന ആളാണ്, കഴിഞ്ഞ തവണത്തെ സിറ്റിംഗ് ആണ്. ഒപ്പം അദ്ദേഹം ഒരു വിശ്വാസിയാണ്, കൃഷ്ണഭക്തനാണ്, ആരാധന നടത്തുന്ന ആളാണെന്നൊക്കെയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിന് CPM ഒരിക്കലും എതിരല്ല എന്നതിന്റെ തെളിവാണ് താൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ സിറ്റിംഗ് MLA ആയിട്ടുള്ള ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, അദ്ദേഹത്തിന്റെ വാർഡ് ഇന്ന് BJP ആണ് ഭരിക്കുന്നത്. അവിടെ ഇന്ന് BJPയുടെ കൗൺസിലറാണ്. അദ്ദേഹത്തിന്റെ വാർഡ് ആദ്യമായിട്ട് പിടിച്ചെടുത്തിട്ടുള്ളത് അനുരാധ തായിട്ട്, അവരും എന്നോടൊപ്പം ഇവിടെയുണ്ട്. അങ്ങനെ സ്വന്തം ബൂത്തിലും സ്വന്തം വാർഡിലും BJP ആണ് ഭരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഒന്നുകൂടെ വിശകലനം ചെയ്യേണ്ടതാണ്. പിന്നെ വിശ്വാസി സമൂഹത്തിനോടൊപ്പമാണ് LDF എന്ന് പറയുമ്പോൾ ആ വിശ്വാസി സമൂഹത്തിന് ചൂഷണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് LDF എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ മറവ് പിടിച്ചുകൊണ്ട് അവിടെ ആചാര ലംഘനം നടപ്പിലാക്കിയേ തീരൂ എന്ന് വാശി പിടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി രഹ്ന ഫാത്തിമയ്ക്കും ബിന്ദു അമ്മിണിയെ പോലെയുള്ള ആക്ടിവിസ്റ്റുകളെ ശബരിമല കയറ്റി തിരുസന്നിധിയിൽ എത്തിക്കാൻ വേണ്ടി ഏത് സാഹസത്തിനും മുതിരാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ഇക്കാലം അത്രയും ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോഴും ആ സംഗമത്തില് നടത്താത്ത പരിപാടികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഫണ്ട് തട്ടിപ്പ് നടത്തുകയും അവിടെ പ്രസാദമായി ലഭിക്കുന്ന ആടിയ നെയ്യ് അതിൽ വരെ കൃത്രിമത്വവും അഴിമതിയും കാണിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ആളുകളുടെ വിശ്വാസ്യതയും അവരുടെ വിശ്വാസി സമൂഹത്തിനോടൊപ്പമാണ് എന്നുള്ള കാഴ്ചപ്പാടിനെയും ഞങ്ങൾ സംശയിക്കുകയാണ്. BJP വോട്ടുകൾ അടക്കം കിട്ടുമെന്നാണ് അദ്ദേഹം രാവിലെ എന്നോട് തന്നെ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ വാർഡടക്കമുള്ളത് BJPയുടെ കൈകളിലാണ് എന്നുള്ളത് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും വലിയ അട്ടിമറി കോഴിക്കോട് നോർത്തിൽ നടത്താൻ കഴിയുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 7 ഡിവിഷനുകൾ പിടിച്ചടക്കി ആധിപത്യം ഉറപ്പിച്ച ഒരു ഇടം കൂടിയാണ്. വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് നവ്യയ്ക്ക് ഉള്ളത്.